സ്റ്റാർട്ട് PSC വിത്ത് മീ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫേഴ്സിലെ ഓഗസ്റ്റ് മാസത്തിലെ 7-ാം തീയതിയിലെയും 8-ാം തീയതിയിലെയും പോയിൻറ്റ്സ് ആണ്. നമ്മൾ 1, 2, 3, 4, 5, 6 വരെയുള്ള ഡേയ്സിലെ കറണ്ട് അഫേഴ്സ് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 7-ാം തീയതിയിലെയും 8-ാം തീയതിയിലെയും കറണ്ട് അഫേഴ്സാണ്. ഓഗസ്റ്റ് 7 നോക്കാം. ആദ്യത്തെ പോയിന്റ് 2025 ഷാങ്ഹായ് ഉച്ചകോടി വേദി ചൈനയിലെ ടിയാൻജിനാണ്. 2025 ഷാങ്ഹായ് ഉച്ചകോടി വേദി ചൈനയിലെ ടിയാൻജിൻ. വലിയ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി മുതൽ പെയിൻറ്റിംഗ് വരെ നടത്താനാകുന്ന ഹാങ്ങർ യൂണിറ്റ് വരുന്നത് തിരുവനന്തപുരം. വലിയ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി മുതൽ പെയിൻറ്റിംഗ് വരെ നടത്താനാകുന്ന ഹാങ്കർ യൂണിറ്റ് വരുന്നത് തിരുവനന്തപുരം. കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ പദ്ധതി ഹാപ്പി കേരളം. കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ പദ്ധതി ഹാപ്പി കേരളം. അപ്പോൾ നമ്മൾ 3 പോയിൻറ്റ്സ് ആണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് റിവൈസ് ചെയ്യാം. 2025 ഷാങ്ഹായ് ഉച്ചകോടി വരുന്നത് ചൈനയിലെ ടിയാൻജിനാണ്. വലിയ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി മുതൽ പെയിൻറ്റിംഗ് വരെ നടത്താനാകുന്ന ഹാങ്ങർ യൂണിറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ്. അടുത്തത് നമ്മൾ കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് ഹാപ്പി കേരളം. കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി. ഓപ്പൺ AI കഥ ആസ്പദമാക്കി ഹോളിവുഡിലെ സിനിമയാണ് ആർട്ടിഫിഷ്യൽ. സംവിധാനം ചെയ്തത് ലുക്ക ഗ്വാഡാഗ്നിനോ. ഓപ്പൺ AI കഥ ആസ്പദമാക്കിയുള്ള ഹോളിവുഡിലെ സിനിമ ആർട്ടിഫിഷ്യൽ. സംവിധാനം ലുക്ക ഗ്വാഡാഗ്നിനോ. ലോകത്തിലെ 5ാമത്തെ വലിയ വ്യോമയാന വിപണിയായി മാറുന്ന രാജ്യം ഇന്ത്യ. ലോകത്തിലെ 5ാമത്തെ വലിയ വ്യോമയാന വിപണിയായി മാറുന്ന രാജ്യം ഇന്ത്യ. ഇവിടെ നമ്മൾ 2 പോയിൻറ്റ്സ് ആണ് പഠിച്ചത്. ഒന്ന് ഒരു സിനിമയുടെ പേരാണ്. സിനിമയുടെ പേര് ആർട്ടിഫിഷ്യൽ. ഓപ്പൺ AI കഥ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് ആർട്ടിഫിഷ്യൽ. അടുത്തത് ലോകത്തിലെ 5ാമത്തെ വലിയ വ്യോമയാന വിപണിയായി മാറുന്ന രാജ്യമാണ് ഇന്ത്യ. അടുത്തത് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലൻറ്റ് അക്കാഡമി വരുന്നത് ഹൈദരാബാദ്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലൻറ്റ് അക്കാദമി വരുന്നത് ഹൈദരാബാദ്. പുരപ്പുറ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിലെ വാർഷിക വളർച്ചാ നിരക്കിൽ രാജ്യത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. പുരപ്പുറ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിലെ വാർഷിക വളർച്ചാ നിരക്കിൽ രാജ്യത്ത് 1-ാം സ്ഥാനം കേരളം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് 7-ാം തീയതിയിൽ പഠിച്ചിട്ടുള്ളത്. ഒന്നും കൂടെ നോക്കാം. ആദ്യം പഠിച്ചത് ഒരു വേദിയാണ് ഷാങ്ഹായ് ഉച്ചകോടി വേദി ചൈനയിലെ ടിയാൻജിൻ. അടുത്തത് വലിയ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി മുതൽ പെയിൻറ്റിംഗ് വരെ നടത്താനാകുന്ന ഹാങ്ങർ യൂണിറ്റ് വരുന്നത് തിരുവനന്തപുരം. ഇനി ഹാപ്പി കേരളം കുടുംബശ്രീയുടെ പദ്ധതിയാണ്. കുടുംബങ്ങളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി. അടുത്തത് ഓപ്പൺ AI കഥ ആസ്പദമാക്കിയുള്ള ഹോളിവുഡിലെ സിനിമ ആർട്ടിഫിഷ്യൽ. ലോകത്തിലെ 5ാമത്തെ വലിയ വ്യോമയാന വിപണിയായി മാറുന്ന രാജ്യം ഇന്ത്യ. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിഫ ടാലൻറ്റ് അക്കാഡമി വരുന്നത് ഹൈദരാബാദ്. പുരപ്പുറ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിലെ വാർഷിക വളർച്ചാ നിരക്കിൽ രാജ്യത്ത് 1-ാം സ്ഥാനം കേരളം. അടുത്ത് നമ്മൾ ഓഗസ്റ്റ് 8 നോക്കാം. പ്രൊഫസർ MK സാനു സ്മാരകം നിലവിൽ വരുന്നത് വാൽമീകി കുന്ന് ശ്രീനാരായണ ഗുരു വിശ്വശാന്തി നികേതൻ. നമുക്കറിയാം ഓഗസ്റ്റ് 2 പ്രൊഫസർ MK സാനു അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സ്മാരകം നിലവിൽ വരുന്നത് വാൽമീകി കുന്ന് ശ്രീനാരായണ ഗുരു വിശ്വശാന്തി നികേതനിലാണ്. പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യവുമായി തുടക്കമിട്ട പദ്ധതിയാണ് അക്ഷരോ ഉന്നതി. പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യവുമായി തുടക്കമിട്ട പദ്ധതി അക്ഷരോന്നതി. ഓപ്പൺ AI ഏറ്റവും പുതിയ AI മോഡലാണ് GPT-5. ഓപ്പൺ AI ഏറ്റവും പുതിയ AI മോഡൽ GPT-5. അപ്പോൾ നമ്മൾ 3 പോയിൻറ്റ്സ് ആണ് പഠിച്ചത്.
പ്രൊഫസർ എം കെ സാനുവിൻ്റെ സ്മാരകം നിലവിൽ വരുന്നത് വാൽമീകി കുന്ന്. അടുത്തത് അക്ഷരോന്നതി പദ്ധതിയാണ്. അത് വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അക്ഷരോന്നതി. അടുത്തത് ഓപ്പൺ AI ഏറ്റവും പുതിയ AI മോഡലാണ് GPT-5. ഇനി ഗാനയിൽ 8 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ Z9 യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ. ഗാനയിൽ 8 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിൻ്റെ പേരാണ് Z9 യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ. കേരള സർക്കാരിൻ്റെ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവന സമുച്ചയമാണ് പ്രത്യാശ ഫ്ലാറ്റ്. കേരള സർക്കാരിൻ്റെ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവന സമുച്ചയം പ്രത്യാശ ഫ്ലാറ്റ്. അഹമ്മദാബാദിൽ വെച്ച് നടന്ന 51ാമത് ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ജോസ് നിജു കോട്ടൂർ. അഹമ്മദാബാദിൽ വെച്ച് നടന്ന 51ാമത് ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ജോസ് നിജു കോട്ടൂർ. അപ്പം നമുക്ക് ഈ 3 പോയിന്റ്സ് റിവൈസ് ചെയ്യാം. ഗാനയിൽ 8 പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിൻ്റെ പേരാണ് Z9 യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ. കേരള സർക്കാരിൻ്റെ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവന സമുച്ചയം പ്രത്യാശ ഫ്ലാറ്റ്. അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന 51ാമത് ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ജോസ് നിജു കോട്ടൂർ. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല മിന്നൽ പരിശോധന ഓപ്പറേഷൻ സെക്വർലാൻഡ്. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല മിന്നൽ പരിശോധന ഓപ്പറേഷൻ സെക്വർലാൻഡ്. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് പഠനമിത്രം. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി പഠനമിത്രം. അപ്പോൾ 2 പോയിൻറ്റ്സാണ് പഠിച്ചിരിക്കുന്നത്. ഒന്നൊരു ഓപ്പറേഷനാണ്, ഓപ്പറേഷൻ സെക്വർലാൻഡ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്താൻ വേണ്ടി വിജിലൻസ് നടത്തിയ സംസ്ഥാനതല മിന്നൽ പരിശോധന. അടുത്തത് പഠനമിത്രം പദ്ധതി. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. ഓഗസ്റ്റ് 8 ഒന്ന് റിവൈസ് ചെയ്യാം. എം കെ സാനുവിൻ്റെ സ്മാരകം നിലവിൽ വരുന്നത് വാൽമീകി കുന്ന് ശ്രീനാരായണ ഗുരു വിശ്വശാന്തി നികേതൻ. അക്ഷരോന്നതി പദ്ധതി വരുന്നത് പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യവുമായിട്ടുള്ളതാണ്. അടുത്തത് ഓപ്പൺ AI ഏറ്റവും പുതിയ മോഡലാണ് GPT-5. ഗാനയിൽ 8 പേരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്ററാണ് Z9 യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ. കേരള സർക്കാരിൻ്റെ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവന സമുച്ചയം പ്രത്യാശ ഫ്ലാറ്റ്. അഹമ്മദാബാദിൽ വെച്ച് നടന്ന 51ാമത് ദേശീയ ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ജോസ് നിജു കോട്ടൂർ. സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ അഴിമതി കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ സംസ്ഥാനതല മിന്നൽ പരിശോധന ഓപ്പറേഷൻ സെക്വർലാൻഡ്. കൊല്ലം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് പഠനമിത്രം. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പഠിക്കുന്നത്. താങ്ക് യു.